1986 എൻവയോൺമെന്റ് ആക്ടും 1981 എയർ ആക്ടും നഗ്നമായി ലംഘിച്ചാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ പാറമട വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പാറമട പൊട്ടിച്ചു കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോഴാണ് ഈ ടാർ പ്ലാന്റ് ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം വന്നത്. ഇത് അതിരിങ്കൽ എന്ന് പറയുന്ന കോന്നിയിലുള്ള ടാർ പ്ലാന്റ് ആയിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ്. ഇതുകൊണ്ട് ടാർ മിക്സിങ് റബ്ബറൈസ്ഡ് ടാറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബറിൻ്റെ നാറ്റമാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭയങ്കരമായ ശ്വാസം മുട്ടലും വിമിഷ്ടമൊക്കെ ആൾക്കാർക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. വൈകുന്നേരമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രാത്രി 8 മണി 9 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്. അതുകൊണ്ട് പകൽ സമയത്തും രാത്രിയിലും ഉണ്ട്. 24 hours വർക്ക് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ. അങ്ങനെയാണ്. വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്. ജനപ്രതിനിധികൾക്കും ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും പൊതുജനത്തിന്റെ ആരോഗ്യത്തെക്കാൾ മുതലാളിമാരുടെ കയ്യിലെ പണത്തിലാണ് താല്പര്യമെന്ന് പറയാതെ വയ്യ. പലതരത്തിൽ പരാതികൾ നൽകിയിട്ടും ജനത്തിന് ഭീഷണിയാകുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് യാതൊരു നടപടിയും ഉണ്ടാവാത്തത് ജനരോഷത്തിന് കാരണമാകുന്നു. 3 പഞ്ചായത്ത് പരിധിയിലായി 300-ലധികം കുടുംബങ്ങളാണ് പ്ലാന്റിന് സമീപത്തായി താമസിക്കുന്നത്. അവിടെ വന്നതിന് ശേഷം ഈ പുകയെല്ലാം കൂടെ പറഞ്ഞിട്ട് പനി വന്നാൽ പിന്നെ മാറത്തില്ല. ശ്വാസം മുട്ടലും വിമിഷ്ടവുമായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലായിരുന്നു. ഇന്നലെ ഞാൻ ആശുപത്രിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. എനിക്കിതിന്റെ മണം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് മനം മറിയുക, ഛർദ്ദിക്കാൻ വരുക. ഇവിടെ പ്രവർത്തിക്കുന്ന NDLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അതിരൂക്ഷമായ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഞങ്ങളുടെ സ്ഥലം MLA-യോട് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടപ്പം ഈ പ്ലാന്റ് ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സ്ഥലം MLA ഇവിടെ വന്നിട്ട് പ്ലാന്റ് ഉടമയുടെ വീട്ടിൽ കയറി ഇരുന്നിട്ട് പോവുകയാണ് ചെയ്തത്. അല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. പ്പോഴും പാവങ്ങളെ വഞ്ചിക്കുന്നു. ജനക്കൂട്ടത്തിന് മുന്നിൽ സഖാവെന്ന് മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ മലിനീകരണം നടത്തുന്നവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു. വീണ ജോർജിന് ഒട്ടും നാണമില്ല.